അള്ളാഹുവിന്റെ പ്രവാചകന്റെ ആ മകള് ഒരിക്കലും വീട്ടിലിങ്ങനെ ഇരിക്കുക. മകൻ ഹസനും ഹുസൈനും പട്ടിണിയാ. അലിക്കാകെ കിട്ടിയതൊരു ഉണക്ക റൊട്ടിയാ. ആ റൊട്ടിയുമായി വീട്ടിലേക്ക് കയറി വന്ന അലി റളിയല്ലാഹു അൻഹു ആ റൊട്ടി 4 ആയി പകുക്കും. ഒന്ന് ഹസന് കൊടുക്കും, ഒന്ന് ഹുസൈന് കൊടുക്കും, ഒന്ന് ഫാത്തിമാന്റെ കൈമ കൊടുക്കും. ഒരു കഷണം അലിയും കഴിക്കാൻ തുടങ്ങും. അലിയും മക്കളും തിന്നു തുടങ്ങും. ഫാത്തിമ ബീവി റൊട്ടി പിടിച്ചിങ്ങനെ കരയും. അലി ഇബ്നു അബീ ത്വാലിബ് ചോദിക്കുന്നുണ്ട്, ഫാത്തിമ, നിനക്കെന്നോട് വെറുപ്പുണ്ടോ? എന്തിനു അലി? നിന്നെ നല്ല നിലക്ക് പരിപാലിക്കാൻ, വയറ് നിറച്ച് ഭക്ഷണം തരാൻ പറ്റാത്തൊരു മണ്ണനായ ഭർത്താവായിട്ട് നിനക്കെന്നോട് ദേഷ്യം തോന്നുന്നുണ്ടോ ഫാത്തിമ? ഫാത്തിമ ബീവി പറഞ്ഞു, അല്ല അലി, ഞാൻ കരഞ്ഞതിന്റെ വാപ്പാൻ ഓർത്തിട്ട. എന്റെ വാപ്പയെ ഓർത്തു ഞാൻ ഈ റൊട്ടി കിട്ടിയപ്പം. ആ റൊട്ടിയുമായി ഫാത്തിമ ബീവി പിന്നെ പോകുന്നത് വാപ്പ റസൂലിന്റെ അരികിലേക്കാണ്. അള്ളാന്റെ പ്രവാചകന്റെ നേരെ റൊട്ടി നീട്ടിയിട്ട് ഫാത്തിമ ബീവി പറഞ്ഞു, ഉപ്പാ, എനിക്ക് ഈ റൊട്ടി കിട്ടിയപ്പോ നിങ്ങളെയാ ഓർമ്മ വന്ന്. പ്രവാചകൻ ആ റൊട്ടി വാങ്ങിയിട്ട് ഫാത്തിമ ബീവിയോട് പറയും, മോളെ, കിത്അത്തു കബദ്, കരളിന്റെ